എല്ലാവർക്കും റാണീസ് രുചിക്കൂട്ടിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നല്ല ക്രിസ്പി ആയിട്ട് എങ്ങനെയാണ് ഓട്സ് ദോശ ഉണ്ടാക്കുന്നതെന്നാണ് നമ്മളിന്ന് നോക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ. ഞാനിവിടെ മെഷറിംഗ് കപ്പിന് 1 കപ്പ് ഓട്സ് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. റോസ്റ്റ് ചെയ്യുന്ന പറഞ്ഞാൽ ഇതിൻ്റെ ഒരു നല്ല സുഗന്ധമൊക്കെ വരും. ആ ഒരു ടൈം വരെ നമ്മളത് റോസ്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കണം. അത് കഴിയുമ്പോൾ നമ്മളിത് നന്നായിട്ടൊന്ന് തണുക്കാൻ വയ്ക്കണം കേട്ടോ. തണുത്ത് കഴിയുമ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സിയിൽ പൊടിച്ചെടുക്കണം. ഓട്സ് നമ്മൾ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ നല്ല നൈസായിട്ട് പൊടിച്ചെടുക്കണം കേട്ടോ. ഇത് നമുക്കിനി ഒരു മിക്സിംഗ് ബൗളിലേക്ക് മാറ്റാം കേട്ടോ. ഓട്സ് നമ്മൾ മെഷർ ചെയ്ത അതേ ബൗളിൽ തന്നെ 1 കപ്പ് റൈസ് പൗഡർ നമ്മൾ എടുക്കുകയാണ്. ഇടിയപ്പത്തിൻ്റെ പൊടിയോ അല്ലെങ്കിൽ റോസ്റ്റ് ചെയ്തിട്ടുള്ള അരിപ്പൊടിയോ ഏതാണെങ്കിലും മതി കേട്ടോ. ഇനി ഒരു 1/4 കപ്പ് റവയും കൂടെ ഇതിനകത്തേക്ക് ചേർക്കുന്നുണ്ട്. ഇനി ഇതിനകത്തേക്ക് 1 ടേബിൾ സ്പൂൺ ജീരകം, മീഡിയം സൈസിലുള്ള സവോള കട്ട് ചെയ്തത്, 1 ടേബിൾ സ്പൂൺ മല്ലിയില കട്ട് ചെയ്തത്, പിന്നെ 3 പച്ചമുളക്, 1 സ്പൂൺ കുരുമുളക്, ആവശ്യത്തിനുള്ള ഉപ്പ്, ഇത്തരം സാധനങ്ങളും കൂടെ ചേർക്കണം കേട്ടോ. നമ്മളുണ്ടല്ലോ അരിപ്പൊടിയൊക്കെ മെഷർ ചെയ്ത ആ ബൗളോ എന്താണെന്ന് വെച്ചാൽ അതുണ്ടല്ലോ, അതിന് 5 കപ്പ് വെള്ളം നമ്മൾ ചേർക്കണം കേട്ടോ. അത് പല തവണയായിട്ട് കുറേശ്ശെയായിട്ട് മിക്സ് ചെയ്ത് കട്ടയൊന്നും ഇല്ലാതെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണേ. ഇതിൻ്റെ കൺസിസ്റ്റൻസി കണ്ടോ, ഇതുപോലെ വെള്ളം പോലെ ഇത്രയും വാട്ടറി ആയിട്ടുള്ള കൺസിസ്റ്റൻസിയാണ് കേട്ടോ വേണ്ടത്. നമുക്കൊരു 15-20 മിനിറ്റ് കഴിഞ്ഞിട്ട് ദോശ ഉണ്ടാക്കി തുടങ്ങാം കേട്ടോ. 15-20 മിനിറ്റ് കഴിയുമ്പോൾ നമ്മുടെ ആ വലിയ ബർണറില്ലേ, അതിൽ നോൺ സ്റ്റിക്ക് പാൻ അടുപ്പത്ത് വെച്ച് നല്ല ചൂടായി കഴിയുമ്പോൾ ഇതുപോലെ ബാറ്റർ അതിലേക്ക് സ്പ്രെഡ് ചെയ്യണം. മുകളിൽ കുറച്ച് എണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. ഇനി നിങ്ങൾ ഡയറ്റ് ജേണിയിലൊക്കെ ആണെങ്കിൽ അതനുസരിച്ച് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്താൽ മതിയേ. ഇത് നമ്മൾ ഫ്ലിപ്പ് ചെയ്യില്ല, സാധാരണ ദോശ ഉണ്ടാക്കുന്ന പോലെ നമ്മൾ മറിച്ചിടില്ല കേട്ടോ. ഗോൾഡൻ ബ്രൗൺ കളറായി കഴിയുമ്പോൾ നമുക്കതൊന്ന് ഫോൾഡ് ചെയ്ത് സ്റ്റൗവിൽ നിന്ന് മാറ്റാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഓട്സ് ദോശ റെഡി ആയി കഴിഞ്ഞു. ഇത് വളരെ ക്രിസ്പി ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇത്തവണ എന്താണല്ലോ ഇതെന്ന് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. ടിൽ ദെൻ ബൈ ബൈ, ടേക്ക് കെയർ.